വേടന് കൈകൊടുക്കുന്ന മുഖ്യമന്ത്രി തിരുവനന്തപുരം പേരൂർക്കടയിലെ ബിന്ദുവിനെ അറിയുമോ? അങ്ങയുടെ പോലീസ് വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഈ ദലിത് യുവതിയെ ചിത്രവധം ചെയ്തത് 20 മണിക്കൂർ നേരമാണ്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ കൽപ്പിച്ചു. അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, ഒരു തരി പൊന്നുപോലും മോഷ്ടിച്ചിട്ടില്ല എന്ന ആണയിട്ടപ്പോൾ കൌമാരം കടക്കാത്ത പെൺമക്കളെ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മോഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ച് ആട്ടിയിറക്കി. തല കുനിഞ്ഞു പോകുന്നു സാർ. എന്ത് നാണക്കേടാണിതൊക്കെ. പോലീസിന്റെ കൊടും ക്രൂരതയെക്കുറിച്ച് പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നു നിസ്സഹായയായ ഈ വനിത. പരാതി ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പി ശശി. മോഷണ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും, അതിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണമത്രേ. തൊഴിലും നിറവും ജാതിയും നിർണ്ണയിക്കുന്ന മുൻവിധികളാൽ നയിക്കപ്പെടുന്ന പോലീസ് സേന ഈ നാടിന് കളങ്കമാണ്. ഒരു എസ്ഐയുടെ സസ്പെൻഷൻ കൊണ്ട് ഈ അനീതിക്ക് പരിഹാരമാവുകയില്ല. 4ാം ഭരണവാർഷികം എന്റെ കേരളം എന്ന് പേരിട്ട് നാടാകെ കൊട്ടിഘോഷിക്കുമ്പോൾ ഓർക്കണം, ഇത് ബിന്ദുവിന്റെയും കൂടി കേരളമാണ്. അരികുവൽക്കരിക്കപ്പെട്ട സകല മനുഷ്യരുടെയും കേരളമാണ്. ഇവിടെ നീതി ഉണ്ടായേ പറ്റൂ സർക്കാരെ.